തലേദിവസം നല്ലോണം മഴയൊക്കെ ഉണ്ടായിരുന്നതിന്റെ പേരിൽ പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കായിരുന്നു അങ്ങനെ റൈഡ് പോവാം, അല്ലെങ്കിൽ ഒരു ഹണിമൂൺ റൈഡ് പോവാം എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കൊടൈക്കനാലിലേക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഇടുക്കിക്കാരൻ റൈഡർ സിനു ആണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ട്സ് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശമാണ് ഈ കോടൈക്കനാൽ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോടൈക്കനാലിലേക്കാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പം എൻ്റെ ക്യാമറയുടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, ദയവായി ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ തേനിയൊക്കെ കഴിഞ്ഞിട്ട് വത്തലകൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് ഇടത് സൈഡിലോട്ട് കട്ട് ചെയ്ത് കോടൈക്കനാലിലുള്ള റോഡിലോട്ട് കയറി. നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്, അടിപൊളി റബ്ബറൈസ്ഡ് ടാറിങ്, വഴിയിൽ വരുന്ന ഓരോരോ നല്ല നല്ല കാഴ്ചകൾ. കൊടൈക്കനാലിലുള്ള റോഡിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വെയിലങ്ങ് മായാൻ തുടങ്ങി പയ്യെ പയ്യെ. പിന്നെ അങ്ങോട്ട് മൊത്തം തണുപ്പാണ്. നമുക്ക് ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടും, നല്ല തണുപ്പ്. മഞ്ഞ് കോട പോലെ മഞ്ഞൊന്നുമില്ല, എങ്കിൽ പോലും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ചെന്നിട്ട് ഓടിപ്പെടല്ലെങ്കിൽ ഇപ്പം പിന്നെ വയ്യാണ്ട് വന്നു കഴിയുമ്പോഴോ ഇരുട്ടായി കഴിയുമ്പോഴോ ആക്സിഡൻറ്റ് സംഭവിച്ച് കഴിയുമ്പോഴോ നല്ല നമ്മൾ ഈ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തണ്ടേ. സ്റ്റേ ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തേണ്ടത് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം എന്നുള്ളത് കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ പോയിട്ടുള്ളപ്പോൾ എവിടെ തങ്ങിയോ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പെരുമാൾമല, ഈ കൊടൈക്കനാലിൻ്റെ തൊട്ടടുത്തുള്ള പെരുമാൾമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. നമ്മുടെ വൺ ഡേ ട്രിപ്പ് അല്ല, 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ, പിറ്റേ ദിവസം തിരിച്ചു വരുമല്ലോ. അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ ഓൾറെഡി റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് നേരിട്ട് ചെല്ലുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടത് സൈഡിൽ നല്ല ആയിട്ടൊരു ചെറിയ കൊക്കയാണെങ്കിൽ പോലും തൊട്ട് സൈഡിൽ കാണുമ്പോൾ നല്ല രസകരമായിട്ടുള്ള വ്യൂ ആണ് ആ സൈഡിൽ കണ്ടുകൊണ്ടിരുന്നത്. 2 സൈഡിലും കാടൊക്കെ ഇങ്ങനെ വളർന്ന് 2 സൈഡിൽ നിന്നിട്ട് നമ്മൾ ഈ നടുക്കോടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ എൻട്രി പെരുമാൾമല. അങ്ങനെ നമ്മൾ പെരുമാൾമലയിലേക്ക് വന്നിരിക്കുക. ഈ പെരുമാൾമലയിൽ നിന്നാണ് നമുക്ക് പഴനിക്ക്, മധുരയ്ക്ക്, കൊടൈക്കനാലിനെല്ലാം തിരിയുന്ന ഒരു സർക്കിളുണ്ട്. ഓക്കെ, ആ സർക്കിളിൻ്റെ ഇടത് സൈഡിൽ അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ഇടത് സൈഡിലോട്ടുള്ള വഴിയൊക്കെ കയറി പോകുമ്പോഴാണ് ഞാൻ പണ്ട് ചെന്ന് കഴിഞ്ഞപ്പം കൊടൈക്കനാലിൽ താമസിച്ച റൂം, അതായത് പെരുമാൾമലയിൽ താമസിച്ച റൂം. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് മച്ചാന്മാരെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ റൂമിൽ ചെന്നിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുവരെ നിങ്ങൾ ഈ പെരുമാൾമലയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, ഈ കാണുന്നില്ലേ, അതാണ് പഴനിക്ക് പോകുന്ന വഴി. ഇതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ചെക്ക് പോസ്റ്റും കടന്ന് തൊട്ടപ്പുറത്തേക്ക് ചെല്ലുക.
അത് കഴിഞ്ഞിട്ട് ഇതേ കാണുന്ന ഇടത്തേക്കുള്ള വഴിയില്ലേ, ഇടത്തേക്കുള്ള വഴി, ആ വഴിയാണ് കേട്ടോ നമ്മൾ കയറി പോണേ. അവിടെയാണ് നമുക്ക് റൂമുള്ളത്. അങ്ങനെ റൂമൊക്കെ സെറ്റായി. നമ്മളിവിടെ പെരുമാൾമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞിട്ട് കാണും ഇനി അടുത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. റൂമിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെറിയ റൂം ഉള്ളകത്തുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് മുകളിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഓക്കെ. അവിടെ നമ്മൾ ബൈക്ക് കിടപ്പുണ്ട്. ഇനി അതിനകത്തുനിന്ന് അതിൻ്റെ ലഗേജുകൾ അഴിക്കണം. ചെരുപ്പ് ഒരു നെറ്റ് ചെരുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നുപോയായിരുന്നു. ചുമ്മാ ഇട്ടുകൊണ്ട് നടക്കാനുള്ള. അപ്പോൾ അതൊരു ചെരുപ്പ് മേടിക്കണം. പിന്നെ റൂമിൻ്റെ റെൻറ്റ് പേ ചെയ്യണം. പിന്നെ ഇതായിട്ട് പോകണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാത്ത് സോപ്പ് മേടിക്കണം. ഇത്ര സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് വന്നു വെച്ചാൽ ഒരു കുളിയും കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുള്ളത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോഗിൽ കാണും വരെ ഇൽതൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വന്നെത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ഉറപ്പായിട്ടും വരും. ഞങ്ങളിനി ഇവിടുന്ന് 1 ഹവറിനുള്ളിൽ 1 ഹവറൊന്നും എടുക്കില്ല. ഒരു ജസ്റ്റ് ഇപ്പോൾ സമയം ഒരു മണി ആയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ബൈക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. See you then. Bye bye. Boom.